പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ കുറേ പുതിയ പ്ലാന്റുകൾ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ പുതിയത് ഇന്നലെ നമ്മൾ പുതിയ ചട്ടിയിൽ മണ്ണ് നിറച്ചിട്ട് പിരിച്ച് നട്ടതാണ്. ഒരുപാടധികം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒക്കെ പുതിയ ചട്ടികളാണ്. CC പ്ലാന്റ് ഉണ്ട്, അഗ്ലോണിയം ഉണ്ട്, പിന്നെ തൂക്കിച്ചട്ടിയിൽ കുറച്ച് ഉണ്ട്. ഇവിടെയൊക്കെ പുതിയ പ്ലാന്റുകൾ നമ്മളിത് ഉണ്ടാക്കിയത് കേട്ടോ. ഇതൊക്കെ തൂക്കിച്ചട്ടിയിലുള്ള പ്ലാന്റുകളാണ്. ഇതൊക്കെ പുതിയത് ഇന്നലെ മണ്ണ് നിറച്ച് ബിഗോണിയ ഉണ്ട്, പിന്നെ ലക്കി പ്ലാന്റ് ഉണ്ട്, പിന്നെ പല പുതിയ പേരറിയാത്ത പല ചെടികളും ഉണ്ട്. ഇതൊരു പുല്ലിൻ്റെ ആയിട്ടുള്ളതാണ്. ഒക്കെ ഇനി തൂക്കുചട്ടിയിൽ നമ്മൾ സെറ്റ് ചെയ്യണം. ഇതിൻ്റെ മുൻപ് നമ്മൾ ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇതൊക്കെ നല്ല ഉഷാറായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട്. നല്ല ഉഷാറായിട്ടുള്ള പ്ലാന്റുകളാണിത്. ഇതൊക്കെ നല്ല തൂങ്ങി വരാനായിട്ടോ. ഇവിടെ ബട്ടർഫ്ലൈ ഉണ്ട്, പിന്നെ ലക്കി പ്ലാന്റ് ഉണ്ട്, അങ്ങനെ പല പേരറിയാത്ത ഒരുപാടുണ്ട്. പിന്നെ ഈ ടർക്കിൾ വൈനുണ്ട്. ഇത് കോഴിച്ചീരയാണ് കേട്ടോ. കോഴിച്ചീര അങ്ങനെ പൂവിട്ട് വരുന്നുണ്ട്. ഇത് വലിയ പൂവുകളാവും കേട്ടോ. ഇങ്ങനെ പൂവായി വരണുള്ളൂ. പിന്നെ 10 മണി മുല്ല ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് വരണുള്ളൂ. പിന്നെ ഇവിടെ ഒന്ന് ഉണ്ടോ, ഇത് ഞാൻ ചെറിയൊരു കൊമ്പ് നട്ടതാണ് ഈ ബോഗൺവില്ലൻ്റെ. അതിന് പെട്ടെന്ന് പൂവുണ്ടാവും. ഈ സീസൺ അല്ലാത്ത സമയത്തും പൂവാണ് വരുന്നത്. ഇത് പോപ്പിൻസ് ചെടി, ഇതാണ് നീല കളറാദ്യമാണ്. നല്ല ഭംഗിയുണ്ട്, നല്ല ഉഷാറായിട്ടുള്ളൊരു പ്ലാന്റാണ്. അതിൻ്റെ തന്നെ വെള്ള കളറും ഉണ്ട് കേട്ടോ. ഇത് യൂഫോർബിയാണ്. ഒരു പുതിയ പൂവുണ്ടായതാണ്. യൂഫോർബിയ അതുപോലെ ചെറിയ പൂവുള്ളത് ഇങ്ങനെ പൂവ് നിറഞ്ഞ് ഉണ്ടായിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡാണ് കേട്ടോ. ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട്, ആന്തൂറിയ ഉണ്ട്. ആന്തൂറിയൊന്നും പൂവിട്ടിട്ടില്ല. ഗ്രൗണ്ട് ഓർക്കിഡും പൂവ് വന്നിട്ടില്ല. നമ്മൾ പുതിയത് പിരിച്ച് വെച്ചതായതുകൊണ്ടാണ് ഈ പൂവ് വരാത്തത്. ഇവർ 10-15 ദിവസം കഴിഞ്ഞാൽ പൂവ് വരും തോന്നുന്നു. ഈ ഭാഗത്തൊക്കെ നമ്മൾ പുതിയത് നട്ടതാണ്. പുതിയ ചട്ടിയിൽ നിറച്ച് ഇതൊക്കെ നമ്മൾ തൂക്ക് ചട്ടിക്ക് തിരിച്ച് നടണം. ഇവിടെയൊക്കെ പുതിയ തൈകൾ നമ്മൾ നട്ടതാണ്. ഇപ്പം ഉണ്ടായി വരണുള്ളൂ. വേര് പിടിച്ച് വരണുള്ളൂ. ഇത് ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ഇതൊക്കെ പുതിയ ചട്ടിയിൽ ഇന്നലെ നിറച്ചതാട്ടോ. പുതിയ ചട്ടിയിൽ നമ്മൾ നിറച്ചത്. അതിൽ ഈ ഇലച്ചെടി ഇതിലൊരു 3 കൊമ്പ് ഒന്നിച്ച് നട്ടിട്ടുണ്ട്. അവിടെ ഒരു ഇലച്ചെടിയാണ്. ഇത് ബോൾസയാണ്. ബോൾസ ഒരൊറ്റ കളറുള്ളൂ. വേറുള്ളതൊക്കെ പൂവ് ഇടാനാവുന്നുള്ളൂ. ഇതും ഇന്നലെ പിരിച്ച് നട്ടതാണ്. തൂക്കുചട്ടിയിൽ നടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. നമ്മൾ മീൻ കുളത്തിൻ്റെ അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത് വെച്ചതാണ്. ഇവിടെ ഇഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടുതലായിട്ടൊന്നും പറയാനില്ല. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അടുത്ത് തന്നെ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.